മലയാള സിനിമയിലെ ഹാസ്യനടന്മാരെ എടുത്താൽ അതിൽ ഏറ്റവും മുൻപന്തിയിൽ നിൽക്കുന്ന ഹാസ്യനടനാണ് കൊച്ചിൻ ഹനീഫ. മറ്റുള്ളവരിൽ നിന്നും വ്യത്യസ്തമായ ശരീരപ്രകൃതമാണ് തൻ്റേതെങ്കിലും അതെല്ലാം തനിക്ക് ഗുണമാക്കിക്കൊണ്ട് തൻ്റെ ശരീരപ്രകൃതം തൻ്റെ ഹാസ്യത്തിന് ഗുണമാക്കാനും അദ്ദേഹം മറന്നില്ല. അദ്ദേഹത്തിൻ്റെ ജനനം 1951 ഏപ്രിൽ 22. ഒരു ഇന്ത്യൻ നടനും ചലച്ചിത്ര സംവിധായകനും തിരക്കഥാകൃത്തുമായിരുന്നു. 1970കളിൽ പ്രധാനമായും വില്ലൻ വേഷങ്ങൾ അവതരിപ്പിച്ചുകൊണ്ടാണ് അദ്ദേഹം തൻ്റെ കരിയർ ആരംഭിച്ചത്. മലയാളത്തിലും തമിഴിലുമായി 300-ലധികം ചിത്രങ്ങളിൽ അദ്ദേഹം അഭിനയിച്ചു. ഒരു സംവിധായകൻ എന്ന നിലയിൽ അദ്ദേഹം അറിയപ്പെടുന്നത് ആൺകിളിയുടെ താരാട്ട് 1987, വാത്സല്യം 1993, 3 മാസങ്ങൾക്കു മുമ്പ്, ഒരു സന്ദേശം കൂടി, ഒരു സിന്ദൂരപ്പൊട്ടിൻ്റെ ഓർമ്മയ്ക്ക് തുടങ്ങിയവയിലൂടെയാണ്. വെളുത്തെഴുത്ത് തറവാട്ടിൽ എ.ബി. മുഹമ്മദിൻ്റെയും ഹാജിറയുടെയും 8 മക്കളിൽ രണ്ടാമനായി കൊച്ചിയിലാണ് ഹനീഫ ജനിച്ചത്. കൊച്ചി സെന്റ് അഗസ്റ്റിൻ സ്കൂളിലും സെന്റ് ആൽബർട്ട് കോളേജിലും പഠിച്ച അദ്ദേഹം കൊമേഴ്സിൽ ബിരുദം നേടി. 1972 പി. വിജയൻ സംവിധാനം ചെയ്ത അഴിമുഖം എന്ന ചിത്രത്തിലൂടെ സിനിമയിൽ അരങ്ങേറ്റം കുറിച്ച അദ്ദേഹം മലയാളത്തിൽ 300ഓളം ചിത്രങ്ങളിൽ അഭിനയിച്ചു. കമലഹാസനൊപ്പം മഹാനടി, രജനീകാന്തിനൊപ്പം യന്തിരൻ തുടങ്ങിയ ജനപ്രിയ സിനിമകൾ ഉൾപ്പെടെ 80-ലധികം തമിഴ് ചിത്രങ്ങളിലും അദ്ദേഹം അഭിനയിച്ചു. മാന്നാർ മത്തായി സ്പീക്കിംഗ്, ദേവാസുരം, കിരീടം, ചെങ്കോൽ, പഞ്ചാബി ഹൗസ്, സ്വപ്നക്കൂട്, പുലിവാൽ കല്യാണം, മീശ മാധവൻ, സി.ഐ.ഡി. മൂസ, തിളക്കം തുടങ്ങി നിരവധി മലയാള സിനിമകളിൽ ഹനീഫ അവിസ്മരണീയമായ കഥാപാത്രങ്ങളെ അവതരിപ്പിച്ചു. മദ്രാസ് പട്ടണം, യന്തിരൻ എന്നിവയാണ് അദ്ദേഹം അവസാനമായി അഭിനയിച്ച തമിഴ് ചിത്രങ്ങൾ. 2010 പുറത്തിറങ്ങിയ ബോഡിഗാർഡായിരുന്നു അദ്ദേഹത്തിൻ്റെ അവസാന മലയാള ചിത്രം. വില്ലൻ വേഷങ്ങളിൽ തുടങ്ങി എങ്കിലും പതിയെ ഹാസ്യ കഥാപാത്രങ്ങളിലേക്കാണ് അദ്ദേഹം മാറിയത്. അതുകൂടാതെ സപ്പോർട്ടിംഗ് ക്യാരക്ടർ റോളുകളും അദ്ദേഹം മികച്ച രീതിയിൽ അവതരിപ്പിച്ചു. ഹനീഫയുടെ ഹാസ്യവേഷങ്ങൾ സ്വയം അപകീർത്തിപ്പെടുത്തുന്ന സ്വഭാവത്തിൽ അദ്ദേഹത്തിൻ്റെ ശരീരഘടനയെ സമർത്ഥമായി പകർത്തി. ഒടുവിൽ അദ്ദേഹം മലയാള സിനിമയിൽ ഏറ്റവും ജനപ്രിയ ഹാസ്യ നടന്മാരിൽ ഒരാളായി. കിരീടത്തിൽ അദ്ദേഹം ഹൈദ്രോസ് എന്ന തമാശക്കാരനായ റൗഡിയുടെ വേഷം ചെയ്തു. മാന്നാർ മത്തായി സ്പീക്കിംഗ് എന്ന ചിത്രത്തിലാണ് ഹാസ്യ നടനെന്ന നിലയിൽ അദ്ദേഹം ആദ്യമായി ശ്രദ്ധിക്കപ്പെട്ടത്. അവിടെ അദ്ദേഹം എൽദോ എന്ന കഥാപാത്രത്തെ അവതരിപ്പിച്ചു. തൻ്റെ സ്വതസിദ്ധമായ കഴിവുകളിലൂടെ നിരവധി ഹാസ്യ കഥാപാത്രങ്ങളെ സമ്മാനിച്ച ആളാണ് കൊച്ചിൻ ഹനീഫ. അങ്ങനെ 2010 ഫെബ്രുവരി 2 58-ാം വയസ്സിൽ ചെന്നൈയിലെ ശ്രീരാമചന്ദ്ര ഹോസ്പിറ്റലിൽ വെച്ച് ഹനീഫ ഒന്നിലധികം അവയവങ്ങൾ തകരാറിലായി മരണപ്പെട്ടു. കരൾ അർബുദത്തിന് അദ്ദേഹം ചികിത്സയിലായിരുന്നു. എറണാകുളം സെൻട്രൽ ജുമാ മസ്ജിദിൽ പൂർണ്ണ ഔദ്യോഗിക ബഹുമതികളോടെ അദ്ദേഹത്തെ കബറടക്കുകയും ചെയ്തു.